തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നൽകിയ വാഗ്ദാനം പാഴായി. പുലികളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപി പ്രഖ്യാപിച്ച 3 ലക്ഷം രൂപയുടെ ധനസഹായം ഒരു വർഷമായിട്ടും ലഭ്യമായില്ല. വിഷയത്തിൽ ജില്ലാ കളക്ടറെ കണ്ട് പരാതി അറിയിക്കാനാണ് പുലിക്കളി സംഘങ്ങളുടെ തീരുമാനം. എന്നിട്ടും പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സ്വരാജ് റൗണ്ടിൽ പ്രതിഷേധിക്കാനും പുലികളി സംഘങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. 4ാം ഓണനാളിലാണ് തൃശൂർ സ്വരാജ് റൗണ്ടിൽ വർണ്ണാഭമായി പുലികൾ ഇറങ്ങാറുള്ളത്. കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ ധനസഹായമായി 3 ലക്ഷം രൂപ നൽകുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചത്. അടുത്ത പുലിക്കളിക്കാലം അടുത്തെത്തിയിട്ടും സംഘങ്ങൾക്ക് പണം ലഭിച്ചിട്ടില്ല. ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൈമാറിയെങ്കിലും വ്യക്തമായ വിശദീകരണങ്ങൾ കിട്ടുന്നില്ല എന്നാണ് പരാതി. അതായത് കേന്ദ്രത്തിന്റെ ടൂറിസം വകുപ്പിൽ നിന്നും 3 ലക്ഷം രൂപ വീതം ഒരു ടീമിന് നൽകും എന്നാണ് അന്ന് പ്രഖ്യാപനം വന്നത്. MP എന്നുള്ളവരെ അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ ഇതിലൊരു കൃത്യമായിട്ടുള്ള സമീപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാ ടീമുകളും ബന്ധപ്പെട്ടത്. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത്, MP-യുടെ ഓഫീസിൽ നിന്ന് പറയുന്നത് സർക്കാരാണ്, കേരള സർക്കാരാണ് ഇത് ആദ്യം തരേണ്ടത്, അതിന് ശേഷം റീഇംബേഴ്സ് ചെയ്ത് തരികയാണ് സാധാരണ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമുക്ക് ധാരണയില്ല. കാരണം ഇത് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കാരണം പുൽക്കളി കഴിഞ്ഞതിന് ശേഷം പല ടീമുകളും ഇന്ന് നിലവിൽ സാമ്പത്തിക ബാധ്യതയിലാണ്. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പല സ്ഥലത്തും പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പം അത് ലഭിക്കാത്ത മൂലം പല സംഘങ്ങളും ഇന്ന് വളരെയധികം ആശങ്കയിലാണ്. ജില്ലാ കളക്ടർ മുഖേന രേഖകൾ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചതാണ്. സംസ്ഥാന സർക്കാർ രേഖകൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുമുണ്ട്. എന്നിട്ടും സ്ഥലം MP കൂടിയായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നോ മറ്റ് അധികൃതരിൽ നിന്നോ കൃത്യമായ വിവരം ലഭിക്കുന്നില്ല. 18 ലക്ഷത്തോളം രൂപയാണ് ഒരു പുലികളി സംഘത്തിന് ചിലവ് വരുന്നത്. ഓണക്കാലത്ത് പുലികൾ തയ്യാറാവണം എന്നിരിക്കെ പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.